ഞാൻ കഴിഞ്ഞ ദിവസം ആര്യന്റെ ചാറ്റിനെ എടുത്തു വെച്ച് സംസാരിച്ചു. അപ്പൊ പലരും ചോദിച്ചു അജ്മൽ അമീറിന്റെ കേസ് എന്താ മിണ്ടാത്തതെന്ന്. അജ്മൽ അമീറിന്റെ കേസ് ഞാൻ മിണ്ടാണ്ടിരുന്നത് പല സംഭവങ്ങളും പലരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ലീക്ക് ആവുന്നുണ്ട്. അപ്പോ അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയത് എന്തോ ആയിക്കോട്ടെ, ബിഗ് ബോസ് ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിന്റെ പഴയ ഒരു ചാറ്റ് അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഞാൻ അവര് സംസാരിച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു കാര്യങ്ങളും എല്ലാം നോക്കി കഴിയുമ്പം അത് ആ ഒരു ഇപ്പോഴത്തെ ആ പുള്ളിയുടെ ഗെയിമിനെ വലിച്ചു താഴെ ഇടാനായിട്ട് പലരും ശ്രമിക്കുന്ന ഒരു ആക്ടായിട്ട് തോന്നിയോണ്ടാണ് എനിക്ക് സംസാരിക്കാൻ തോന്നിയത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് അജ്മൽ അമീറിന്റെ കാര്യം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പറ്റിപ്പോയി സോറി ഞാൻ ശ്രദ്ധിച്ചോളാം, ഒരു സിറ്റുവേഷനിൽ പറ്റിപ്പോയതാണ് എന്ന് പറയാൻ അത്യാവശ്യം മനസ്സിനൊരു വിശാല മനസ്സ് വേണം. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനിയിപ്പോ ഞാനായിട്ട് പറഞ്ഞ അലമ്പാക്കണ്ട എന്ന് വിചാരിച്ചത് മിണ്ടാതിരിക്കുക. ഓക്കെ, ഇത് രണ്ടും അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഇത് ആണ്, ഒരു വോയിസിനും ഒരു എഡിറ്റിനും ഒന്നും എന്റെ പ്രൊഫഷൻ തകർക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചമ്പടാ, അപ്പൊ മറ്റുള്ളവരെയും പറ്റിക്കുകയാണോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റിന് താഴെ കുറെ പെൺകുട്ടികളും വന്നിട്ട് അപ്പൊ എന്നോട് സംസാരിച്ച് ചെയ്യാണോ, എന്നോട് സംസാരിച്ച് അതാണോ ഇതാണോ എന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടറ്റം കൂട്ടി അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇപ്പുറത്തുനിന്നും ഒരു സംസാരം പോയിട്ടുണ്ട്, ഇപ്പുറത്തുനിന്നും ഒരു സംസാരം പോയിട്ടുണ്ട്. ഒരു ബോയ് വന്നിട്ട് ഇപ്പൊ മാനേജ് മോഡിലാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. നോർമൽ ചാറ്റ് ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ നമുക്കൊരു ചാറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ചാറ്റിന്റെ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ചോദ്യം, വലിയൊരു അലിഗേഷൻ ആണ് അജ്മൽ അമീറിനെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ മാതിരി ആണെങ്കിൽ ഇനിയും ഒരുപാട് ബോയ്സ് കഷ്ടപ്പെടുമല്ലോ, അല്ലെങ്കിൽ ഗേൾസും കഷ്ടപ്പെടുമല്ലോ. കാരണം കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും ആരെങ്കിലും ഇതേപോലെ മറ്റുള്ളവരുടെ AI ഉപയോഗിച്ചിട്ടുള്ള ചാറ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന പ്രശ്നമല്ലേ? അപ്പോൾ ഇത്രയും വലിയൊരു പൊസിഷനിൽ സെലിബ്രിറ്റി ആയിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു AI ചാറ്റാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ലീഗലി പോവാത്തത്? വൈ? ലീഗലി പോകേണ്ട ഒരു കാര്യം തന്നെയല്ലേ അത് പോയിട്ട് അത് ആരാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്, ആരാണ് തന്റെ പ്രൊഫഷൻ നശിപ്പിക്കാൻ നോക്കിയതെന്ന് എന്താണ് നിങ്ങൾ ലീഗലി പോവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേവലം വന്നിട്ട് ഒരു സംസാരിച്ച് ഐ ഡോണ്ട് കെയർ ദീസ് ആർ ഗോസ് ടു AI എന്ന് പറഞ്ഞാൽ AIക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ വന്ന് ചോദിച്ചേനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തേങ്ങ ഉണ്ടെങ്കിലും ഇപ്പൊ AIയുടെ തലയിലോട്ട് പോകുന്നുണ്ടേ, എന്ത് പറഞ്ഞാലും AI ആണ്. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നിട്ട് അത് ഫേക്ക് ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തുകൊണ്ടാണ് ഒരു ലീഗൽ സപ്പോർട്ട് നിങ്ങൾ നോക്കാതെ? കാരണം നിങ്ങളുടെ കുടുംബം വരെ നശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ചീത്തപ്പേരുണ്ടാവും രീതിയിലാണ് ഒരു സാധനം പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അത് സ്റ്റേഷനിൽ പോവാത്തത് എന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ പിന്നെയും പ്രേക്ഷകരെ നിങ്ങൾ കബളിപ്പിക്കാൻ നോക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം ആരും ആണെങ്കിലും മിണ്ടാതിരിക്കത്തില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ലീഗലി പോകും. അപ്പോൾ താങ്കൾ എന്താ പോവാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അജ്മൽ അമീർ പറഞ്ഞിരിക്കുന്നത് AI ആണെന്നാണ്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. ഇൻ കേസ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഒരു AI ചാറ്റ് നിങ്ങൾ ലീഗലി പോകണം കേട്ടോ. കാരണം അദ്ദേഹത്തിന് പോകാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ലീഗലി പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും എന്തും ചെയ്യാന്നുള്ളൊരു പ്രവണത സൊസൈറ്റിയിൽ വന്നാൽ ശരിയാവോ? It's a pure sarcasm. Hope you get me, guys.